അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്താണ് നോമ്പ് എന്തെന്ന് നമുക്കറിയാം. മനുഷ്യ സമൂഹത്തിലെ ബാധിക്കുന്ന എല്ലാ വ്യാധികൾക്കുമുള്ള ഒറ്റമൂലിയാണ് യഥാർത്ഥത്തിൽ വ്രതം. ശാരീരികമായും മാനസികമായും മനുഷ്യനെ ഇത്രമേൽ ശുദ്ധീകരിക്കുന്ന മറ്റൊരു പ്രക്രിയയെ കാണുവാൻ സാധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ സമൂഹങ്ങളിൽ ഒന്നാണ് മുസ്ലിം സമൂഹം. 130 കോടിയിലധികം ജനസംഖ്യയുള്ള വിഭാഗം. എന്നാൽ ഇന്ന് ഏറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും അവർ തന്നെയാണ്. നാം ചിന്തിച്ചു നോക്കിയാൽ എന്തെല്ലാം വിഭവങ്ങൾക്ക് ഉടമയാണ് ഇസ്ലാമിക സമൂഹം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യിലാണ്. ധാർമ്മികമായ മൂല്യ ശക്തി അവരുടെ കയ്യിലാണ്. എണ്ണത്തിലും വണ്ണത്തിലും ധാർമ്മികതയിലും വിഭവത്തിലും കൃഷിയിലും എണ്ണസമ്പത്തിലും ധാന്യസമ്പത്തിലും എല്ലാം തന്നെ അവർ മുമ്പിലാണ്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ സംസ്കൃതികളുടെയും ഈറ്റില്ലം എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്താണ്. അത് ഫറോവയുടെ സംസ്കാരമായാലും ഫിനീഷ്യൻ സംസ്കാരമായാലും ഇന്ത്യൻ സംസ്കാരമായാലും സിന്ധു നദീതട സംസ്കാരമായാലും എല്ലാം നിലകൊള്ളുന്നത് ഇസ്ലാമിക ലോകത്തിന്റെ ഭൂമികയിലാണ്. എന്നിട്ടും 1-ാം നമ്പർ സമുദായം അല്ലെങ്കിൽ സമൂഹം എന്ന് പേർ നേടിയെടുക്കുവാൻ, ആ സ്ഥാനത്തേക്ക് എത്തുവാൻ അവർക്ക് സാധിച്ചു. ഒരുപാട് കുറവുകൾ പല നിലക്കും അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ധാർമ്മികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സാമൂഹികമായും സാംസ്കാരികമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോമ്പിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണ് എങ്കിൽ, അത് ഉൾക്കൊള്ളുകയാണ് എങ്കിൽ ഈ സമുദായം ഇങ്ങനെ ആകുമായിരുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അതിന്റെ ഏറ്റവും പ്രോജ്വലമായ വിജയങ്ങൾ നേടിയത് യഥാർത്ഥത്തിൽ റമളാനിലാണ് എന്ന് നമുക്കറിയാം. ബദർ യുദ്ധമായാലും അതുപോലെ തന്നെ ഫതഹ് മക്കയാണെങ്കിലും ഐൻ ജാലൂത്ത് യുദ്ധമാണെങ്കിലും ഹിത്തീൻ യുദ്ധമാണെങ്കിലും ഒക്കെ തന്നെ റമളാനിൽ അതിന് വലിയ പങ്കുണ്ട്, റോളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തെ സംസ്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ശാക്തീകരിക്കുകയും ചെയ്യുന്നു. ഈ ശക്തിയാണ് റമളാനിലൂടെ, റമളാൻ പരിശീലനത്തിലൂടെ, റമളാൻ വ്രതത്തിലൂടെ നാം നേടിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി